ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2022-23 വർഷത്തെ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് അറബിക് എക്സാം ആണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തേത്, മഴയൊക്കെ മാറി കുഞ്ഞൻ മുയൽ നാട് കാണാൻ ഇറങ്ങി. ഹായ്, എന്തു ഭംഗി! വിടർന്നു നിൽക്കുന്ന റോസാപ്പൂ കണ്ട് മുയൽ പറഞ്ഞു. നെർസുമോ വനുലവ്വിനു, താഴെയുള്ളത് വരച്ച് നമുക്ക് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡോട്ട് തന്നിട്ടുണ്ട്, അതനുസരിച്ച് കൂട്ടുകാരെ വരച്ചു കൊടുക്കുക. എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ. ഇതേപോലെ ഈ ഡോട്ട് നോക്കി നിങ്ങളുടെ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെയാണ് നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിന് നല്ല ഭംഗിയായിട്ട് നിറവും കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നല്ല ഭംഗിയായിട്ട് നിറമൊക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നോക്കൂ, താഴെ വർദ്ധുൻ എന്താ തന്നിട്ടുള്ളത്? വർദ്ധുൻ ഇതേത് കളറാന്ന് എഴുതാം, അല്ലെങ്കിൽ വർദ്ധുൻ എന്തെഴുതാം? വർദ്ധുൻ ജമീൽ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ജമീൽ എന്ന് എഴുതി കൊടുക്കാം. എങ്ങനെയാണ് ജമീൽ എന്ന് എഴുതുക? ജമീൽ, ജമീൽ. അപ്പോൾ ഇങ്ങനെ ജമീൽ എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. വർദ്ധുൻ ജമീൽ, അല്ലെങ്കിൽ വർദ്ധുൻ അഹ്മർ എന്ന് എഴുതാം, അല്ലെങ്കിൽ വർദ്ധുൻ അഹ്മർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. കുഞ്ഞൻ മുയൽ നടന്നു അമ്മച്ചി പ്ലാവിൻ്റെ അടുത്തെത്തി. അവിടെ ഇല തിന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞാടിനെ കണ്ടു. സിഞ്ചു അണ്ണാനാണ് ഇലകൾ പറിച്ചു കൊടുക്കുന്നത്. അവർ പരസ്പരം സംസാരിച്ചു. നെക്കുമിൽ അൽ ഹിവാർ, താഴെ തന്നിട്ടുള്ള സംഭാഷണം പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ്? നമ്മുടെ കുഞ്ഞൻ മുയലും അതുപോലെ തന്നെ കുഞ്ഞാടും തമ്മിലുള്ളതാണല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എഴുതേണ്ടത് തന്നിട്ടുണ്ട്, അതാദ്യം നമുക്ക് വായിച്ചു നോക്കാം. ഹുവ സ്വദീഖി എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ കൂട്ടുകാരനാണ്. പിന്നെ അസ്സലാമു അലൈക്കും, ശുക്രൻ പറഞ്ഞാൽ നന്ദി. അന അർണബ്, ഞാൻ റാബിറ്റാണ്, ഞാൻ മുയലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയാണോ എഴുതേണ്ടത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് എഴുതേണ്ടത് എന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് ഇവിടെ ആട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കൂട്ടുകാർ അസ്സലാമു അലൈക്കും എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. ഇവിടെയാണ് അസ്സലാമു അലൈക്കും എന്ന് നിങ്ങൾ ഇവിടെയാണ് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം കുഞ്ഞാട് പറയുന്നുണ്ട് വാലൈക്കും മുസ്സലാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുയൽ എന്തായിരിക്കും ആദ്യം പറഞ്ഞിട്ടുണ്ടാവുക? നമുക്കറിയാം, വാലൈക്കും മുസ്സലാം എന്ന് പറയണമെങ്കിൽ ആദ്യം സലാം പറയണം അല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവുന്നത് അസ്സലാമു അലൈക്കും എന്നാണ്. അപ്പോൾ ഈ അസ്സലാമു അലൈക്കും എന്നതാണ് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. അസ്സലാമു അലൈക്കും എന്ന് ഇവിടെ നിങ്ങൾ ഇത് എഴുതി കൊടുക്കുക. ദെൻ മൻ ഹാദ, ആരാണിത് എന്ന് മുയൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ കുഞ്ഞാട് പറയുക? എന്താ പറയാ? കുഞ്ഞാട് പറയും ഹുവ സ്വദീഖി, ഇതെൻ്റെ കൂട്ടുകാരനാണെന്ന് പറയും. ഹുവ സ്വദീഖി, ഇതെൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറയും. ഇപ്പോൾ ഹുവ സ്വദീഖി എന്ന് ഇവിടെ എഴുതാം. അപ്പോൾ മുയൽ പറയുന്നുണ്ട് അന സിഞ്ചാബ്, ഞാൻ സിഞ്ചാബാണ്. അപ്പോൾ മൻ അൻത, അപ്പോൾ സിഞ്ചാബ് ആരോട് ചോദിക്കുകയാണ്? മുയലിനോട് ചോദിക്കുകയാണ്. മൻ അൻത, നീ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ മുയൽ പറയാ? അന അർണബ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ അന അർണബ് എന്ന് എഴുതുക. അന അർണബ്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ശുക്രൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശുക്രൻ എന്നും കൂടെ എഴുതി കൊടുക്കുക. ശുക്രൻ. അഫുവൻ എന്നത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് വായിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും, വാലൈക്കും മുസ്സലാം, മൻ ഹാദാ ഹുവ സ്വദീഖി, അന സിഞ്ചാബ്, മൻ അൻത, അന അർണബ്, ശുക്രൻ, അഫ്വൻ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളതാണ് അല്ലേ. ഇനി അടുത്തത് നോക്കൂ. മുകളിൽ പറന്നു പോവുകയായിരുന്ന കൊക്ക് സിഞ്ചു അണ്ണൻ്റെയും കുഞ്ഞാടിൻ്റെയും സംസാരം കേട്ട് അമ്മച്ചി പ്ലാവിൽ പറന്നിരുന്നു. ഹയ്യാനക്കുമ്പൽ, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് അല, തഹ്ത, ഫൗക, ഫി. ആദ്യം നമുക്കിതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അല എന്ന് പറഞ്ഞാൽ ഓൺ എന്നാണ്, അഥവാ മുകളിൽ ആണ് എന്നതിനെയാണ് നമ്മൾ അല എന്ന് ഉപയോഗിക്കുക. തഹ്ത എന്ന് പറഞ്ഞാൽ താഴെ, അണ്ടർ എന്നാണ് അർത്ഥം. ഓക്കെ, ദെൻ ഫൗക്ക എന്ന് പറഞ്ഞാൽ എബവ് എന്നാണ് അർത്ഥം. എബവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരത്തിൻ്റെ മുകളിൽ എന്നൊക്കെ പറയില്ലേ, അഥവാ മരത്തിൻ്റെയും മുകളിൽ.
മരത്തിൻ്റെ കൊമ്പിൻ്റെ മുകളിലാണെങ്കിൽ അല എന്ന് പറയും. മരത്തിൻ്റെ മുകളിൽ ആകാശത്തിലൂടെ പറന്നു പോവുകയാണെങ്കിൽ ഫൗക്ക എന്ന് പറയും. ഫി എന്ന് പറഞ്ഞാൽ ഇൻ എന്നാണ്, ഇൽ എന്നാണ് അർത്ഥം. ഓക്കെ, കുപ്പിയിൽ, അതുപോലെ തന്നെ ബാഗിൽ എന്നൊക്കെ പറയാം നമ്മൾ. ഫി ഹക്കീബ, അതുപോലെ തന്നെ ഫി ജെയ്ബ് എന്നൊക്കെയാണ് പറയുക. ഓക്കെ, ദെൻ അൽ ലക്ക് ലക്കു ഡാഷ് ഷജറ. ലക്ക് ലക്ക് ഇതാണ്. ലക്ക് ലക്ക് എവിടെയാണ്? ഇപ്പോൾ മരത്തിൻ്റെ മുകളിലാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക? ഫൗക്ക. അൽ ലക്ക് ലക്കു ഫൗക്ക ഷജറ എന്നാണ് പറയുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. അടുത്തത് അസിഞ്ചാബു ഡാഷ് ഷജറ. സിഞ്ചാബ് എവിടെയാണ്? സിഞ്ചാബ് എവിടെയാണ് കൂട്ടുകാരെ? നോക്കൂ, സിഞ്ചാബു മരത്തിൻ്റെ മുകളിലാണല്ലേ. അപ്പോൾ നമ്മളവിടെ എന്താ പറയുക? സിഞ്ചാബു അലഷജറ, മരത്തിൻ്റെ മുകളിലാണ്, മരത്തിൻ്റെ കൊമ്പിൻ്റെ മുകളിലാണ്. അതുകൊണ്ടാണ് അല എന്ന് പറയുന്നത്. ദെൻ അൽ കബിഷു ജേ ഷജറ. കബിഷ് എവിടെയാണ്? മരത്തിൻ്റെ താഴെയാണ് കബിഷ് നിൽക്കുന്നത്. അപ്പോൾ തഹ്ത ഷജറ എന്ന് പറയും. തഹ്ത ഷജറ. അൽ അർനബ് ഡേ സക്കബ്. അർനബ് മാളത്തിൻ്റെ എവിടെയാണ്? മാളത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഫി എന്ന് പറയും. ഫി സക്കബ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അല എന്ന് പറഞ്ഞാൽ മുകളിൽ മരത്തിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ അല എന്ന് പറയും. മരത്തിൻ്റെയും മുകളിലാണെങ്കിൽ ഫൗക്ക എന്ന് പറയും. മരത്തിൻ്റെ താഴെയാണെങ്കിൽ തഹ്ത എന്ന് പറയും. എന്തിൻ്റെയും ഉള്ളിലാണെങ്കിൽ ഫി എന്നും പറയും. അത് മനസ്സിലാക്കി വെക്കുക, എന്തായാലും എക്സാമിന് വരും. ഇനി കൊക്ക് അവരുടെ കൂടെ ചേർന്നപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പാട്ടുപാടി. ഹയ്യാൻ ഉക്കമ്മിൽ വന്നുൻഷിതു. ഇത് നിങ്ങളോട് പൂരിപ്പിച്ച് പാടാനാണ് പറയുന്നത്. എന്താണ്? യാ അർനബ് യാ അർനബ് അന്ത സ്വദീക്കി യാ അർനബ്. എന്താണ്? ആ അർനബേ നീ എൻ്റെ കൂട്ടുകാരനാണ്. തക്കുലു ജസറൻ യാ അർനബ്. അർനബേ നീ ജസർ കഴിക്ക്, ക്യാരറ്റ് കഴിക്ക്. തൽഅബുമാന യാ അർനബ്. എന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ട് കളിക്ക്. ദെൻ യാ സിഞ്ചാബി. അപ്പം എന്തായിരിക്കും അടുത്തത്? യാ സിഞ്ചാബ് എന്ന് തന്നെ അല്ലേ. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ എന്ത് എഴുതണ്ടി? യാ സിഞ്ചാബ് എന്ന് എഴുതി കൊടുക്കുക. സിഞ്ചാബ് എന്ന് പറഞ്ഞാൽ അണ്ണാന്. യാ സിഞ്ചാബി അന്ത, പിന്നെന്താണ്? അന്ത സ്വദീക്കി. ഇവിടെ നോക്കൂ, സ്വദീക്കാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് എഴുതണം? സ്വദീക്കി എന്ന് എഴുതണം. അന്ത സ്വദീക്കി യാ സിഞ്ചാബ്. ദെൻ തഹ്കുലു മൗസൻ. ഇവിടെ എന്താണ്? തഹ്കുലു ജസറൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ തഹ്കുലു മൗസൻ എന്ന് എഴുതുക. തഹ്കുലു മൗസൻ യാ സിഞ്ചാബ്. തൽഅബു മാന യാ സിഞ്ചാബ്. ദെൻ യാ ലക്ക് ലക്ക് അന്ത ഹബീബി യാ ലക്ക് ലക്ക്. ഹബീബി എന്ന് പറഞ്ഞാലും സ്വദീഖി എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്, ഫ്രണ്ട് എന്നാണ് അർത്ഥം. തഹ്കുലു സമക്ക യാ ലക്ക് ലക്ക്. നീ സമക്ക് കഴിക്കുക, നീ ഫിഷ് കഴിക്കുക എന്നാണ് പറയുന്നത്. തഫ്റഹു ദൗമൻ യാ ലക്ക് ലക്ക്. എന്നിട്ട് ഞങ്ങളെ കൂടെ വന്നിട്ട് എപ്പോഴും സന്തോഷം വാനായിരിക്കുക എന്നാണ് പറയുന്നത്. യാ കബിഷ് അന്ത. ഇതേ സെയിം വരി തന്നെ എടുത്തെഴുതുക. അന്ത ഹബീബി യാ കബിഷ് എന്നെഴുതുക. ഓക്കെ, തേക്കുലു മറക്കൻ. നീ നീ ഇല കഴിക്കുക. യാ കബിഷ്. ആടെ നീ ഇല കഴിക്കുക. എന്നിട്ട് എന്താണ്? തെഫുറഹു. അപ്പോൾ ഇവിടെ തെഫുറഹു എന്ന് എടുത്തെഴുതുക. തെഫുറഹു ദൗമൻ യാ കബിഷ്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. പാട്ടും കളിയുമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ കുഞ്ഞമ്മോയിൽ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തുപോയി. എന്തൊക്കെയാണ്? ദഹബ്തു ഇലാ മൽ അബി സ്വബാഹൻ. ഞാൻ രാവിലെ തന്നെ കളിസ്ഥലത്തേക്ക് പോയി. അതിനുശേഷം എന്തൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഫിത്തൊരീക്കി റഅയ്തു ഹദീഖത്തൻ വാസിയത്തൻ റഅയ്തു അസ്തികാഹി ഫി അദീഖത്തി അസ്ഹാറുൻ ജമീല തതീറുൽ ഫറാഷത്തു ഫൗക്കൽ അസ്ഹാർ. ഫി ത്വരീഖ് റഅയ്തു ഹദീഖത്തൻ വാസിയത്തൻ. അതേതാണ്? പോകുന്ന വഴിക്ക് ഒരു പൂന്തോട്ടം കണ്ടു. അതാണ് രണ്ടാമത്തെ പിക്ചറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തേതാണ് ഫസ്റ്റ് വരുന്നത്. ഇനി റഅയ്തു അസ്തികാഹി ഫി അദീഖ. കൂട്ടുകാരെയൊക്കെ കണ്ടു. ഏതാണ് കൂട്ടുകാരെയൊക്കെ കണ്ടത്? ലാസ്റ്റാണല്ലേ, ലാസ്റ്റാണ് കൂട്ടുകാരെയൊക്കെ കണ്ടത്. ദെൻ ഫി ഹദീഖത്തി അസ്ഹാറുൻ ജമീലും. പൂന്തോട്ടത്തിൽ നല്ല മനോഹരമായ പൂവുണ്ട്. അതേതാണ്? ഇതാണ് മൂന്നാമത്തെ പിക്ചറാണ്. ഇനി അടുത്തത് തതീർ ഫറാഷാത്ത് ഫൗക്കൽ അസ്ഹാർ. അത് ഈ പിക്ചറാണ്. ഓക്കെ, ഈ പിക്ചറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും മനസ്സിലായി. അതനുസരിച്ച് നിങ്ങളവിടെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.